Hello guys, welcome back. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ Oppo ബാൻഡിന്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ട്. പെട്ടികൾക്ക് എന്തൊക്കെയാണുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. Nope. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പം രണ്ട് സ്ട്രാപ്പ് വരുന്നുണ്ട് കേട്ടോ, അത് ഞാൻ ആദ്യം എടുത്തു പറയാം. രണ്ട് സ്ട്രാപ്പ് വരുന്നുണ്ട്. ഒന്ന് ബക്കിൾ സ്റ്റൈലായിട്ടുള്ളൊരു സ്ട്രാപ്പാണ്, പിന്നെ നമ്മൾ സാധാരണ ബാൻഡുകളൊക്കെ കാണുന്ന ഒരു സ്ട്രാപ്പാണെന്ന് തന്നെ പറയാം. ഇത് അല്പം ഡിസൈന് കൂടുതലാണ് ഈ ഒരു സ്ട്രാപ്പിന്. ഇതൊരു മെറ്റൽ ബോഡിയാണ് കേട്ടോ, ഇത് മെറ്റലാണ്, ഇത് റബ്ബർ ടൈപ്പ്. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വരുന്നത് ചാർജിങ് ആണ്. ഇതുപോലത്തെ ഒരു ചാർജിങ് ആണ്, അതായത് ഇതിൻ്റെ അകത്ത് ഈ ഒരു സാധനം, ഈ ഒരു മൊഡ്യൂൾ ഇതിൻ്റെ അകത്ത് കയറ്റി വെക്കണം. ഇതുപോലെ കയറ്റി വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ ചാർജ് ആവും. അപ്പം ഇത് നമ്മൾ സാധാരണ USB ടൈപ്പുള്ള എന്താ പറയുക ചാർജർ അഡാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ കുത്തിയാൽ മതി, ചാർജ് ആവും. പിന്നെ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ യൂസർ ഗൈഡും എന്താ പറയുക സേഫ്റ്റി ഗൈഡ് എന്നൊക്കെ പറയും, അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ വേറൊന്നുമില്ല കേട്ടോ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അവരുടെ ബോക്സിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിന് മുകളിൽ കോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അൺബോക്സ് ചെയ്തത് കൊണ്ട് തന്നെ അതൊക്കെ പോയി. പാക്കേജിങ് അടിപൊളിയാണെന്ന് തന്നെ പറയാം, ഒരു രക്ഷയില്ല. Smart boy. അപ്പോൾ നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.1 ഇഞ്ചിൻ്റെ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കിഡിലനായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് പറയാം. നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്, കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് എന്താ പറയുക വാച്ചിൻ്റെ സ്റ്റൈല്, അതായത് വാൾപേപ്പേഴ്സ് ബേസ് ഒക്കെ നമുക്ക് ആപ്പിലൂടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ടാപ്പ് ഹെൽത്ത് എന്നാണ് ആപ്പിൻ്റെ പേര്. വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം മേടിക്കുന്നുണ്ടെങ്കിൽ. ഇത് കണ്ടോ, വ്യൂ ആംഗിളൊക്കെ അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നുള്ളത്. കളർ ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ നല്ല കിഡിലനായിട്ടുള്ള വ്യൂ ആംഗിൾസ് ഒക്കെ കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാം ഓപ്പോൻ്റെ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാൻഡിന് നമുക്കൊരു എന്താ പറയുക ഒരു ഹോം ബട്ടൺ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹോം ബട്ടൺ വരുന്നില്ല. ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്താൽ ഓണാകത്തില്ല. നമ്മൾ ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാം, ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് വാച്ച് ഫേസസിൽ കസ്റ്റമൈസ് ആയിട്ടുള്ള വാച്ച് ഫേസസ് ഒക്കെ ഇടാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫോട്ടോ വേണമെങ്കിൽ ഇതിൽ വെക്കാനൊക്കെ പറ്റും. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ബാൻഡിൻ്റെ അകത്ത് വരുന്നുണ്ട്. അത് എടുത്തു പറയണം ആദ്യം. നെക്സ്റ്റ്, ഈ ഒരു ബാൻഡിൻ്റെ സ്ട്രാപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ്. എനിക്ക് തോന്നുന്നു റെഡ്മി സ്മാർട്ട് ബാൻഡിനേക്കാളും അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട്, റെഡ്മി സ്മാർട്ട് ബാൻഡിനേക്കാളും. അത് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വേണ്ടൊരു കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ കയറ്റി വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ അടിയിലായിട്ട് വെക്കണം കേട്ടോ, മുകളിൽ കയറ്റി വെക്കാൻ പാടില്ല. ഇതുപോലെ അടിയിൽ ഇട്ടിട്ട് ഇതുപോലെ ക്ലിപ്പ് ചെയ്യാം, കാണാൻ പറ്റുന്നുണ്ടാവും. ഇതുപോലെ സെറ്റ് ആയിരിക്കും, ഒരു പേടിയും വേണ്ട. അതുപോലെ തന്നെ ബക്കിൾ സ്റ്റൈൽ അതുപോലെ തന്നെയാണ്, അടിയിലിട്ട് ഇങ്ങനെ കയറ്റി വെച്ചാൽ മതി, അടിപൊളിയായിട്ട് തന്നെ നിൽക്കും, ഒരു പേടിയും വേണ്ട. എനിക്ക് തോന്നിയത് ഒരു ഗേൾ സ്റ്റൈൽ എന്നാണ്, പക്ഷേ ബോയ്സിനിടാൻ പാടില്ല എന്നല്ല, ഓപ്പോ പറഞ്ഞിട്ടൊന്നുമില്ല. ഇത് ബോയ്സിൻ്റെതല്ല ഗേൾസിൻ്റെതാണെന്ന് ഓപ്പോ പറഞ്ഞിട്ടൊന്നുമില്ല, നമുക്കിടാൻ പറ്റും, ഒരു പ്രശ്നവും വേണ്ട. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ ഫീച്ചേഴ്സും പറയുന്നില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരുപാട് ലെങ്ത് ആവും. അപ്പം നമുക്ക് ഈ ഒരു ബാൻഡിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഡെയിലി ആക്ടിവിറ്റി എന്നൊരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെപ്പ് കൗണ്ടിങ് എത്രയാണ്, എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു, എത്ര കലോറീസ് ബേൺ ചെയ്തു, എത്ര സമയം നമ്മൾ വർക്കൗട്ട് ചെയ്തു, അതുപോലെ തന്നെ എത്ര ആക്ടിവിറ്റി ചെയ്തു, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വർക്കൗട്ട് മോഡുകളുണ്ട്, 13 വർക്കൗട്ട് മോഡ്സ് ആണ് നൽകുന്നത്. സോ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വിമ്മിങ് ചെയ്യുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ബാഡ്മിൻ്റൺ വരുന്നുണ്ട്, ക്രിക്കറ്റ് വരുന്നുണ്ട്, ഇങ്ങനത്തെ വർക്കൗട്ട് മോഡുകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹാർട്ട് റേറ്റ് സെൻസർ നൽകിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രൈസ് റേഞ്ചിലുള്ള ബാൻഡിൻ്റെ അകത്തൊക്കെ വരുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് വരുന്നുള്ളത് SpO2 ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ SpO2 കൊടുത്തിരിക്കുന്നത് പറയുന്നത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം നല്ല ആക്യുറേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് SpO2 സെൻസർ. SpO2 ഒക്കെ സെൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാൻഡ് മേടിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ലീപ്പ് ട്രാക്കിംഗ് ആണ്. സ്ലീപ്പ് ട്രാക്കിംഗ് ഈ ഒരു ബാൻഡിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്. സാധാരണ ആപ്പിൻ്റെ അകത്താണ് കൊടുക്കുന്നത്, പക്ഷേ ഈ ഒരു ബാൻഡിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ തന്നെ പറ്റും. അതായത് എത്ര സമയം ഉറങ്ങി, എത്ര സമയമാണ് ഡീപ്പ് സ്ലീപ്പ്, എത്ര സമയമാണ് ലൈറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് എന്നൊക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബ്രീത്ത് എക്സസൈസ് വരുന്നുണ്ട്, എത്ര മിനിറ്റ് വേണമെന്നൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ നൽകി എത്ര ടൈംസ് നമുക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ബ്രീത്ത് ആപ്പിൻ്റെ അകത്ത് നൽകിയിട്ടുണ്ട്. വെതർ എന്നൊരു ഫീച്ചർ നൽകിയിട്ടുണ്ട്, സാധാരണ ബാൻഡിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ടൂൾസ് എന്ന ഓപ്ഷനാണ്. ടൂൾസ് എന്ന ഓപ്ഷനിൽ നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു കാര്യം തന്നെയാണ് ക്യാമറ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് 5
ഫൈൻഡ് ഫോൺ, അൾട്രാം, അതുപോലെ തന്നെ ടൈമർ, സ്റ്റോപ്പ് വാച്ച്, മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫോണിലുള്ള മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്, ബ്രൈറ്റ്നസ് ഉണ്ട്, ഡിസ്പ്ലേ ടൈം ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്, റീസെറ്റ് ഉണ്ട്, ഷട്ട് ഡൗൺ ഉണ്ട്. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. ബ്രൈറ്റ്നസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് മിനിമം വരുന്നത് 20% ആണ്, 60 ആക്കാം, അതുപോലെ തന്നെ 100% വരെ ആക്കാം. നമ്മളൊരു 80% ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കാണുന്നുണ്ട്. അതായത് പുറത്തേക്ക് പോകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ്നസ് ഉണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ടായിരിക്കാം. നെക്സ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഡിസ്പ്ലേ ടൈം ആണ്. എത്ര സമയം ഡിസ്പ്ലേ ഓൺ ആയി വേണം, 10 സെക്കൻഡ് വേണോ, 5 സെക്കൻഡ് വേണോ? ഞാനിവിടെ 5 സെക്കൻഡ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 6 സെക്കൻഡോ 8 സെക്കൻഡോ എത്ര വേണമെങ്കിൽ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് വൈബ്രേഷൻ ആണ്. വൈബ്രേഷന് എങ്ങനെയാണ് വേണ്ടത്? നോർമൽ ആണോ, വീക്ക് ആണോ, സ്ട്രോങ് ആണോ? ഞാനിവിടെ നോർമൽ ആണ് ഇട്ടിരിക്കുന്നത്. നോർമൽ ഇട്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. നമ്മുടെ ഫോണിൽ വരുന്ന മെസ്സേജസ് അറിയാൻ പറ്റും. ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ബാൻഡിൻ്റെ അകത്ത് നൽകിയിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ്. സോ ഇനി നമുക്ക് ഈ ഒരു ബാൻഡിന് ഡിസപ്പോയിൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും സമയം എടുത്തു പറഞ്ഞത്, അതായത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞത്. സോ ഇനി നമുക്ക് ഇതിൽ ഡിസപ്പോയിൻ്റ് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ബാറ്ററിയാണ്. സോ 100 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ബാറ്ററിക്ക് 12 ദിവസത്തെ എന്താ പറയുക എസ്റ്റിമേറ്റ് ബാറ്ററി ബാക്കപ്പ് ആണ് കമ്പനി പറയുന്നത്. 12 ദിവസം നിൽക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ ഒരു യൂസേജ് അനുസരിച്ച് ഇപ്പം ഞാനിവിടെ ചാർജ് ചെയ്തിട്ട് 4 ദിവസമായി, 4-5 ദിവസമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പം ചാർജ് ഉള്ളത് 25% ആണ്. എന്തായാലും എൻ്റെ ഒരു അറിവിൽ അത് പോകുന്നത് 8 ദിവസമായിരിക്കും. ഞാൻ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോർമൽ യൂസേജ് ആണ്, മൊബൈലിൽ അങ്ങനെ കണക്ട് ചെയ്യാറില്ല, ഹാർട്ട് റേറ്റ് സെൻസർ ഒന്നും അങ്ങനെ നോക്കാറില്ല എങ്കിലൊക്കെ നിങ്ങൾക്കൊരു 10-11 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും, ഉറപ്പാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തതനുസരിച്ചാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പോൾ ഓരോ യൂസേജ് അനുസരിച്ചായിരിക്കും ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ബാറ്ററി ബാക്കപ്പ് ഒരു ഡിസപ്പോയിൻ്റ് ആണെന്നല്ല, അതായത് ചാർജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്നല്ല, എങ്കിലും കുറച്ചും കൂടി നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കൊടുക്കാമായിരുന്നു ഓപ്പോക്ക് വേണമെങ്കിൽ. 135-150 mAh ഒരു ബാറ്ററി ഒക്കെ കൊടുക്കാമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും കാലങ്ങൾ കൊടുത്തത് തന്നെ നല്ല കാര്യം തന്നെയാണ്. സോ നെക്സ്റ്റ് ഡിസപ്പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസറാണ്. സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബാൻഡ് കെട്ടാണ്ട്, അതായത് കൈ വെക്കാണ്ട് തന്നെ ഇതിൻ്റെ ഹാർട്ട് റേറ്റ് സെൻസർ, അതായത് ബാക്കിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അതൊരു ചെറിയ ഡിസപ്പോയിൻ്റ് ആണ്. അപ്പം ഞാൻ റെഡ്മി സ്മാർട്ട് ബാൻഡ് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ റെഡ്മി സ്മാർട്ട് ബാൻഡിലുണ്ട് ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ വെക്കാണ്ട് അത് വർക്ക് ചെയ്യത്തില്ല, ലൈറ്റൊന്നും കത്തത്തില്ല. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ SPO2 അങ്ങനെയല്ല. SPO2 നമ്മൾ കൈ വെച്ചാൽ മാത്രമേ വർക്ക് ആവത്തുള്ളൂ. നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോൾ ഹാർട്ട് റേറ്റ് സെൻസറിൻ്റെ കാര്യത്തിൽ ഓപ്പോക്ക് എന്തോ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ബാൻഡല്ല, കുഴപ്പമില്ല. അവരിറക്കുന്ന ഒരു ആദ്യത്തെ ബാൻഡാണ് ഓപ്പോൻ്റെ. അപ്പം അതന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇറക്കുന്ന ബാൻഡ് അവർക്ക് അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ അവർക്കൊരു അപ്ഡേറ്റിലൂടെ വേണമെങ്കിൽ, അതായത് ഒരു ഫിർംവെയർ അപ്ഡേറ്റിലൂടെ ഇവർക്ക് വേണമെങ്കിൽ പരിഹരിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഈ ഒരു ബാൻഡിൻ്റെ ഡിസപ്പോയിൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ബാൻഡ് മേടിക്കാൻ പറ്റും. ഒരുപാട് ഡിസപ്പോയിൻ്റ് ഒന്നുമില്ല. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് എന്താ പറയുക ബാറ്ററിയുടെയും, പിന്നെ ഒന്ന് ഹാർട്ട് റേറ്റ് സെൻസറിൻ്റെയും. നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ആമസോണിലാണ് അവൈലബിൾ ഉള്ളത്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത നല്ല വീഡിയോ കാണാം. ബൈ.